ഹായ്, ഇന്ന് നമുക്കൊരു നൂഡിൽസിൻ്റെ റെസിപ്പി നോക്കിയാലോ. ഞാൻ അതിന് വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ പതാഞ്ജലിയുടെ വീറ്റ് നൂഡിൽസാണ്. ഇത് മറ്റുള്ള നൂഡിൽസിനായിട്ട് ഇത്തിരി വ്യത്യാസമുണ്ട് ടേസ്റ്റ്. നല്ലൊരു ടേസ്റ്റാണിത്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാം. 2 പാക്കറ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്കത് പരസ്പരം ഒട്ടാതെ കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മളുടെ നൂഡിൽസിൻ്റെ പാക്ക് പൊട്ടിച്ചിട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ നൂഡിൽസ് വെന്ത് കിട്ടും. നമ്മളെ നൂഡിൽസൊക്കെ ഇവിടെ ഏകദേശം വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇത് എടുത്തതിന് ശേഷം ഒന്ന് തണുത്ത വെള്ളത്തിൽ കഴുകണം. അപ്പോൾ തീരെ ഒട്ടാതെ നമുക്ക് വിട്ട് കിട്ടും. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് ഒരു ക്യൂബ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അതിലോട്ട് ഒരു 3 പീസ് ഗാർലിക്കിൻ്റെ അല്ലി അരിഞ്ഞിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് സവോളയാണ് വേണ്ടത്. അപ്പോൾ സവോള അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വെജിറ്റബിൾസാണ് പിന്നീട് ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഞാനിവിടെ ക്യാരറ്റും ബീൻസും ആണ് എടുത്തിരിക്കുന്നത്. ക്യാബേജ് ഉണ്ടെങ്കിൽ നീളനെ അരിഞ്ഞിട്ട് നമുക്ക് അതും ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഒന്ന് സോട്ടായിട്ട് വരട്ടെ. ആവശ്യം വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ ഒന്ന് സോട്ടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് സൈഡിലോട്ട് മാറ്റിയിട്ട് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ആ മുട്ടയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും അതേപോലെ തന്നെ കുരുമുളക് പൊടിയും ഒന്ന് ഇട്ടിട്ട് നമുക്ക് അതിനൊന്ന് സൈഡിൽ തന്നെ ഒന്ന് ചിക്കി പരത്തിയെടുക്കാം. ഇനി നമുക്ക് സോസുകൾ ആഡ് ചെയ്യാം. ഞാൻ ഇവിടെ ഡാർക്ക് സോയാ സോസാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയാ സോസ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് നമ്മളെ നൂഡിൽസ് അതിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ സോയാ സോസിൽ ഉപ്പുണ്ട്. അതേപോലെ തന്നെ നമ്മൾ ചേർക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ നൂഡിൽസിൻ്റെ ഒപ്പം കിട്ടുന്ന, അതിൽ ഉപ്പിൻ്റെ കണ്ടൻറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. ലേശം ഉപ്പേ ചേർക്കാവൂ. നൂഡിൽസൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുക. ഇനി നമുക്ക് ഈ പാക്കിൻ്റെ കൂടെ കിട്ടിയിരിക്കുന്ന മസാല ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പം നമ്മളെ നൂഡിൽസ് എല്ലാം കൂടെ ഒന്ന് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റായ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇത് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര നമുക്കിതിലോട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലേവറേ വ്യത്യാസം വരും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയോളൂ കേട്ടോ. ഇത് നന്നായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ നൂഡിൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.